പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കോപ്പറേറ്റീവ് ലോവിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ കോപ്പറേറ്റീവ് ലോ എന്ന സബ്ജക്റ്റിൽ നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ചാപ്റ്ററും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേപ്പർ നമ്മൾക്കിവിടെ അവസാനിപ്പിക്കാം. ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ കോപ്പറേറ്റീവ് ലോ എന്ന സബ്ജക്റ്റിൽ നമ്മൾ പഠിച്ചത്. ഒരുപാട് സെക്ഷനുകളും ഒരുപാട് റൂൾസുകളും അതുപോലെ തന്നെ വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഇവാലുവേഷൻ പ്രോസസ്സ് ഉടൻ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പേപ്പർ കഴിഞ്ഞു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റിയാണ്. അപ്പോൾ നമ്മൾ സൊസൈറ്റിയുടെ വൈൻഡിങ് അപ്പിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് പറയാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റിയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് വിശദമായി കടക്കാം. അപ്പോൾ ഈ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യുക. നമ്മൾക്ക് വിശദമായ ക്ലാസ്സിലേക്ക് കടക്കാം. വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റി നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടേമാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴായിട്ട് നമ്മളുടെ പല ക്ലാസ്സുകളിലായിട്ട് നമ്മളത് അക്കൗണ്ടൻസി ക്ലാസ്സുകളിലും ബിസിനസ് ക്ലാസ്സുകളിലും അതുപോലെ തന്നെ ബാക്കിയുള്ള അതർ തിയറി പേപ്പറിലൊക്കെ നമ്മൾ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. വൈൻഡിങ് അപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ we know that cooperative society is formed with a certain definite objectives or aims or goals. Therefore, members normally expect certain service from a society. But this may not be really achieved from a definite or dormant society. That case, the society become a winding up. അതായത് നമ്മൾക്കറിയാം, ഏതൊരു സൊസൈറ്റിയും ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഒരു വ്യക്തമായ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. ഒരു വ്യക്തമായ ഒരു ലക്ഷ്യം ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും ഉണ്ടാവും. അതാണ് അവരുടെ എയിം അല്ലെങ്കിൽ മിഷൻ അല്ലെങ്കിൽ വിഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒബ്ജക്റ്റീവിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു സൊസൈറ്റിയുടെ ഏറ്റവും ഉദാത്തമായ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു സൊസൈറ്റിയിലെയും മെമ്പേഴ്സ് സൊസൈറ്റിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതും അത്തരത്തിലുള്ള സർവീസുകളും അതുപോലെ തന്നെ ആക്ടിവിറ്റീസുമാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ ചില സൊസൈറ്റികൾ അവർ ഒരു ഡിഫണ്ട് അല്ലെങ്കിൽ ഡോർമെൻ്റ് സൊസൈറ്റി എന്ന് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്ന സൊസൈറ്റികളായിരിക്കും. പല സൊസൈറ്റികളും ഒരു നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്ന സൊസൈറ്റികളായിരിക്കും, അല്ലെങ്കിൽ അവർ ഉറങ്ങിക്കിടക്കുന്ന സൊസൈറ്റികളായിരിക്കും. അതിനെയാണ് ഈ ഒരു ടേം ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത്തരത്തിലുള്ള സൊസൈറ്റികൾ വൈൻഡപ്പ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യേണ്ടി വരും. മനസ്സിലായല്ലോ? ഡിസോൾവ് ചെയ്യേണ്ട, അതായത് അവരുടെ പവറുകൾ ഉപയോഗിക്കാതെ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചെയ്യാതെ ഒരു നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്ന സൊസൈറ്റികളൊക്കെ അത് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ അവർ ക്രമേണ അത് എന്തായി പോകും, ഡിസോൾവ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വൈൻഡിങ് അപ്പായിട്ട് പോകും. അതുപോലെ തന്നെ ചിലപ്പോൾ ചില സൊസൈറ്റികൾ, നമ്മൾക്കറിയാം കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നതും രജിസ്റ്റർ ചെയ്യുന്നതും കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ്. 1969 ആക്ട് പ്രകാരമാണ്. 1969 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് ഒരു സൊസൈറ്റി ഫോം ചെയ്യുന്നതും രജിസ്റ്റർ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും അവരുടേതായ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അവർ എന്ത് തന്നെയാലും ഫോളോ ചെയ്യണം. ഒരു കോപ്പറേറ്റീവ് തത്വങ്ങളുണ്ട് ഓരോ സൊസൈറ്റിക്കും. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യുകയും അവരുടെ ബൈലോയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും അതുപോലെ തന്നെ ബൈലോയിൽ ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും അതുപോലെ തന്നെ ആക്ടിനും റൂളിനും ഈ പറയുന്ന രീതിയിൽ എന്തുകൊണ്ട് കോപ്പപ്പ് ചെയ്തുകൊണ്ട് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. ചിലപ്പോഴൊക്കെ ഇതിനെതിരായി കാര്യങ്ങൾ നടക്കാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ആ സൊസൈറ്റിയും ചിലപ്പോൾ
വൈൻഡിങ് അപ്പിലേക്ക് പോകാം, അല്ലെങ്കിൽ ഡിസോൾവിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം വിശദമായിട്ട്. അതാണ് വൈൻഡിങ് അപ്പ് ഓഫ് എ സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വൈൻഡിങ് അപ്പ് ഓഫ് എ സൊസൈറ്റി നമ്മുടെ ഈ ഒരു ആക്റ്റിൽ സെക്ഷൻ 71 സബ്സെക്ഷൻ 1 and 2 ഡീൽസ് വിത്ത് വൈൻഡിങ് അപ്പ് ഓഫ് എ സൊസൈറ്റി. ഓക്കെ, അപ്പോൾ ഈ വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് രജിസ്റ്റർ who usually appoint a person. That person is called liquidator for the purpose of winding up activities or liquidation activities. അപ്പോൾ ഈ ഒരു വൈൻഡിങ് അപ്പ് ഒരു സൊസൈറ്റി ചെയ്യുമ്പോൾ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ഒരു വ്യക്തിയെ നിയമിക്കും. ആ വ്യക്തിയെയാണ് സാധാരണ രീതിയിൽ ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്. അയാൾ ചെയ്യുന്ന പ്രോസസ്സാണ് ലിക്വിഡേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വിശദമായിട്ട് കിടക്കാം. ഇഫ് ദ രജിസ്റ്റർ ഓഫ് ആൻ എൻക്വയറി ഹാസ് ബീൻ ഹെൽഡ് അണ്ടർ സെക്ഷൻ 65 ഓർ സെക്ഷൻ 66 അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ഹാസ് ബീൻ മെയ്ഡ് അണ്ടർ സെക്ഷൻ 66 ഓൺ റിസീപ്റ്റ് ഓഫ് ആൻ അപ്ലിക്കേഷൻ മെയ്ഡ് ബൈ not less than 3/4 of the members of a society or of the opinion that the society ought to be wound up, he may make an order in writing to direct the society to be wound up. അപ്പോൾ എന്താ പറഞ്ഞത്? വൈൻഡിങ് അപ്പിന് നമ്മുടെ നിയമത്തിൽ പറയുന്നത് രജിസ്ട്രാർ ഒരു എൻക്വയറി നടത്തുകയും 65 എന്ന് പറഞ്ഞാൽ എൻക്വയറിയാണ്, നമ്മുടെ സെക്ഷൻ 65 എന്ന് പറഞ്ഞാൽ എൻക്വയറിയാണ്. അതുപോലെ തന്നെ 66 എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്പെക്ഷനാണ് 66 എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സെക്ഷനിൽ പറയുന്ന കാര്യങ്ങൾ വഴി ഒരു സൊസൈറ്റിയെ നിരീക്ഷിക്കുകയും അല്ലെങ്കിൽ എൻക്വയറി നടത്തുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് വേണമെങ്കിൽ സൊസൈറ്റിയെ രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാം, എന്ത് ഓർഡർ പാസ് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാനുള്ള ഓർഡർ പാസ് ചെയ്യാം. അതായത് 65 സെക്ഷൻ 65 എൻക്വയറി പ്രകാരവും ഇൻസ്പെക്ഷൻ 66 ഇൻസ്പെക്ഷൻ പ്രകാരവും സൊസൈറ്റിയെ വേണമെങ്കിൽ വൈൻഡപ്പിലേക്ക് ആർക്ക് വൈൻഡപ്പിനുള്ള ഓർഡർ ആർക്ക് ഇഷ്യൂ ചെയ്യാം? ഈ പറഞ്ഞ രജിസ്ട്രാർക്ക് ഇഷ്യൂ ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ 3/4 മെമ്പേഴ്സ് 4/3 മെമ്പേഴ്സും തീരുമാനിക്കുകയാണ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലല്ല നടക്കുന്നത്, അത് സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യണം എന്ന് തീരുമാനിക്കുകയാണെങ്കിലും ഈ രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് രജിസ്ട്രാർക്ക് പോവാവുന്നതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ അങ്ങനെ ഇപ്പോൾ സൊസൈറ്റിയുടെ 3/4 ആൾക്കാരും ഇത് സൊസൈറ്റിയുടെ പ്രവർത്തനത്തിൽ തൃപ്തരല്ലാതെയും അല്ലെങ്കിൽ ആക്ഷേപം ഉണ്ടാകുകയും ചെയ്യുകയും അത് ആ ഒപ്പീനിയൻ നമ്മുടെ രജിസ്ട്രാറെ അറിയിക്കുകയും ചെയ്താൽ രജിസ്ട്രാർക്ക് വേണമെങ്കിൽ ഈ പറയുന്ന നടപടിയിലേക്ക്, ഈ പറഞ്ഞ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്ന നടപടിയിലേക്ക് പോകാവുന്നതാണ് എന്നുള്ളതാണ് നമ്മുടെ സെക്ഷനിൽ പറയുന്നത്. ഓക്കെ, ബിഫോർ ഡൂയിങ് സോ ഈ ഷുഡ് കൺസൾട്ട് ദ ഫിനാൻസിങ് ബാങ്ക് ആൻഡ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. നമ്മൾക്കറിയാം ഏതൊരു സൊസൈറ്റിക്കും അവരുടേതായ ഒരു ഫിനാൻഷ്യൽ ബാങ്കും അതുപോലെ തന്നെ ആ സൊസൈറ്റി വരുന്ന ഒരു ഏരിയയിൽ ഒരു സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഉണ്ടാവും. മനസ്സിലായല്ലോ? ഏതൊരു സൊസൈറ്റിക്കും ആ സൊസൈറ്റിക്കൊരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഫിനാൻസിങ് ബാങ്ക് ഉണ്ടാകും. അതുപോലെ തന്നെ ആ സൊസൈറ്റി പെടുന്ന പ്രദേശത്തെ ഒരു സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, ഒരു ഫെഡറേഷൻ ഉണ്ടാവും. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു ഫെഡറേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ ഈ കാര്യത്തിലേക്ക് രജിസ്ട്രാർ എത്തുന്നതിന് മുൻപ് രജിസ്ട്രാർ എന്ത് ചെയ്യണം? ഈ പറയുന്ന സ്ഥാപനങ്ങളുമായിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും രജിസ്ട്രാർ. He shall give an opportunity to the society to state its objection if any. ഇനി മുകളിൽ പറഞ്ഞ ഈ ഒരു സൊസൈറ്റിയെ വൗണ്ടപ്പ് ചെയ്യുന്ന നടപടിയിലേക്ക് പോകുന്നു എന്ന് രജിസ്ട്രാർ അറിയിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒബ്ജക്ഷൻ സമർപ്പിക്കാൻ സൊസൈറ്റിക്ക് ആര് ഓപ്പർച്യൂണിറ്റി നൽകും? ഈ പറയുന്ന രജിസ്ട്രാർ ഓപ്പർച്യൂണിറ്റി നൽകും എന്നുള്ളതാണ് നമ്മുടെ ആക്റ്റിൽ പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ വൈൻഡിങ് അപ്പിൻ്റെ കാര്യത്തെ ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി അക്കോർഡിംഗ് ടു സബ് റൂൾ 2 ദ രജിസ്റ്റർ മേ ഓഫ് ഇസ് ഓൺ മോഷൻ ബൈ ഓർഡർ ഇൻ റൈറ്റിംഗ് ഓർ
ദ വൈൻഡിങ് അപ്പ് ഓഫ് എ സൊസൈറ്റി ഫോളോയിങ് കേസസ്. അപ്പോൾ സെക്ഷൻ സബ് റൂൾ 1 പറഞ്ഞു. സബ് റൂൾ 2 പറയുന്നത് താഴെ ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ആ കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ രജിസ്ട്രാർക്ക് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം, ഓൺ മോഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം അവർക്ക് ഈ പറയുന്ന രീതിയിലുള്ള വൈൻഡിങ് അപ്പിൻ്റെ ഓർഡർ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് വേർ ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഓഫ് ദ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ദാറ്റ് ദ സൊസൈറ്റി ഷാൽ കൺസിസ്റ്റ് അറ്റ്ലീസ്റ്റ് 25 members and the number of members has been reduced less than 25. അതായത് ഒരു സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ്റെ സമയത്ത് ആ സൊസൈറ്റിയുടെ അറ്റ്ലീസ്റ്റ് മെമ്പർ 25 ആണ്. അറ്റ്ലീസ്റ്റ് 25 മെമ്പേഴ്സ് ഉള്ള സൊസൈറ്റിക്ക് മാത്രമേ സാധാരണ രീതിയിൽ രജിസ്ട്രേഷൻ നടത്താൻ പറ്റൂ. മനസ്സിലാവുന്നുണ്ടല്ലോ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ 25 മെമ്പേഴ്സിന് കുറവുള്ള സൊസൈറ്റികളാണെങ്കിൽ, അതായത് രജിസ്ട്രേഷൻ നടപടിയൊക്കെ കഴിഞ്ഞു, പിന്നെ പ്രവർത്തനം നടന്നതിന് ശേഷമായിട്ട് മെമ്പേഴ്സിൻ്റെ എണ്ണം നോക്കുമ്പോൾ 25ൽ കുറവാണെങ്കിൽ നമ്മൾക്കറിയാം നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 25 മെമ്പേഴ്സ് ആണ് ഒരു സൊസൈറ്റിക്ക് നിർബന്ധമായിട്ടും വേണ്ടത്. അപ്പോൾ ആ നമ്പറിൽ കുറവ് വരികയാണെങ്കിൽ രജിസ്ട്രാർക്ക് നേരിട്ട് തന്നെ വൈൻഡിങ് അപ്പിലേക്ക് കടക്കാവുന്നതാണ്. ദെൻ അടുത്തത് where the society has not commenced working within 6 months of registration. Where the society has not commenced working within 6 months of registration unless extension of time is granted by the registrar or has ceased to work. അതായത് അടുത്തത് പറയുന്നത് രണ്ടാമത്തെ കേസ് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ കേസിൽ എന്താ പറയുന്നത്? ഒരു സൊസൈറ്റി കമൻസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സൊസൈറ്റി 6 മാസത്തിനകം അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം, അവരുടെ ആക്ടിവിറ്റി കമൻസ് ചെയ്യണം. എന്താ പറഞ്ഞത്? ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 6 മന്ത്സിനുള്ളിൽ അവരുടെ വർക്ക് കമൻസ് ചെയ്യണം, തുടങ്ങിയിരിക്കണം. ഇനി അങ്ങനെ തുടങ്ങാതിരിക്കുന്ന സൊസൈറ്റികളെ, അവർ ചിലപ്പോൾ തുടങ്ങാതിരിക്കുന്ന എന്തെങ്കിലും എക്സ്റ്റൻഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത്തരം സൊസൈറ്റിയുടെ ഈ പറയുന്ന കാര്യങ്ങൾ ബാധിക്കുകയില്ല. മനസ്സിലായല്ലോ? ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്താൽ 6 മാസത്തിനുള്ളിൽ പ്രവർത്തനം തുടങ്ങണം. ചിലപ്പോൾ ചില സൊസൈറ്റികൾ എക്സ്റ്റൻഷൻ വാങ്ങിയിട്ടുണ്ടാകും കുറച്ചും കൂടി സമയം. അപ്പോൾ കുറച്ചും കൂടി സമയം എക്സ്റ്റൻഷൻ വാങ്ങുന്നത് 6 മാസം കൂടി കൊടുക്കാൻ പറ്റും, അതിനധികം ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ ഈ സൊസൈറ്റിക്ക് 6 മാസം രജിസ്ട്രേഷൻ കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ അവർ പ്രവർത്തനം തുടങ്ങുന്നില്ല. അങ്ങനെ തുടങ്ങുന്നില്ലെങ്കിൽ വേണമെങ്കിൽ രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാമെന്നാണ് പറഞ്ഞത്? സബ് റൂൾ 2 പ്രകാരം ഈ പറഞ്ഞ വൈൻഡിങ് അപ്പ് ചെയ്യാം. ഇനി അടുത്തത് മൂന്നാമത്തെ കേസ് പറയുന്നത് വേർ ദ നമ്പർ ഓഫ് ആക്ച്വൽ വർക്കേഴ്സ് ഫാൾ ബിലോ ദ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഇൻ കേസ് ഓഫ് എ സൊസൈറ്റി ഫോംഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് പേഴ്സൺസ് എൻഗേജ്ഡ് ഇൻ എ പർട്ടിക്കുലർ ഇൻഡസ്ട്രി ഓർ ഓക്യുപ്പേഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കയർ ഫെഡ് അല്ലെ മത്സ്യഫെഡ്, അപ്പോൾ ഇവർക്കൊക്കെ അതൊരു പർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരു സൊസൈറ്റിയാണ്. അപ്പോൾ അത്തരത്തിൽ ബന്ധപ്പെട്ട സൊസൈറ്റിയുടെ വർക്കേഴ്സ്, അതിൽ വർക്കേഴ്സിൻ്റെ ഒരു നമ്പർ പറയും. ഇത്ര ഇപ്പോൾ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഒരു 25 പേരുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് സൊസൈറ്റിയിൽ പ്രവർത്തിക്കാൻ പറ്റൂ എന്നുള്ളൊരു നിയമമുണ്ട് എന്ന് വിചാരിക്കാം. ഒരു മെമ്പറിന് ഒരു നമ്പർ ഉണ്ട്, ഒരു നമ്പർ നമ്മളെ ബൈലോയിൽ പറയും. അപ്പോൾ ആ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇല്ല എന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ ആക്ച്വൽ വർക്കിംഗ് പ്രവർത്തനം തുടങ്ങി, ഇനി ആക്ച്വൽ മുമ്പ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നല്ല മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മത്സ്യം അല്ലെങ്കിൽ കയറുമായിട്ട് ബന്ധപ്പെട്ട അത്തരത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ചെയ്യുന്ന വ്യക്തികൾ ഒരുപാടുണ്ടായിരുന്നു രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്. പക്ഷേ പ്രവർത്തനങ്ങൾ ഇങ്ങനെ പോയി അങ്ങനെ 1-2 വർഷം കഴിയുമ്പോഴത്തേക്ക് മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കേഴ്സിൻ്റെ എണ്ണം നോക്കുമ്പോൾ നമ്മൾ പറയുന്ന ഈ ഒരു മിനിമം നമ്പർ ഇല്ലെങ്കിൽ ആ കേസിലും രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന രീതിയിൽ വൈൻഡ് അപ്പ് ചെയ്യാം. ക്ലിയർ? എങ്കിലും രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ, ആസ് പെർ സബ് റൂൾ 3, ഇഫ് എ പ്രപ്പോസൽ ഫോർ റീവൈറ്റലൈസേഷൻ ഓഫ് എ സൊസൈറ്റി ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ആൻ ഓർഡർ അണ്ടർ സബ്സെക്ഷൻ 2 ഹാസ് ബീൻ പാസ്ഡ് is received by the registrar within period of 1 year from the date of such order, the registrar may cancel the same and allow society to continue to exist. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ സബ് റൂൾ 2 പ്രകാരം പറഞ്ഞ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ.
അപ്പോൾ അത് പ്രകാരമൊക്കെ സൊസൈറ്റിയെ വൈൻഡപ്പ് ചെയ്യാൻ രജിസ്ട്രാർക്ക് അവകാശമുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇനി അങ്ങനെ വൈൻഡപ്പ് ചെയ്ത ഓർഡർ ഇറക്കിയെന്ന് വിചാരിക്കുക. ആ ഓർഡർ ഇറക്കിയ 1 ഇയറിനുള്ളിൽ തന്നെ ഈ പറഞ്ഞ സൊസൈറ്റികൾ വേറൊരു പ്രൊപ്പോസൽ സമർപ്പിക്കുകയും രജിസ്ട്രാർക്ക് മുമ്പേ അവർ റീവൈറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ സൊസൈറ്റി പുനരുദ്ധാരണം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവർ വേറെ തന്നെ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യുകയും അതൊക്കെ രജിസ്ട്രാറിന് മുമ്പ് 1 വർഷത്തിനുള്ളിൽ വേണം. അതായത് ഈ വൈൻഡിങ് അപ്പിന്റെ ഓർഡർ ഇറങ്ങിയ 1 വർഷത്തിനുള്ളിൽ സൊസൈറ്റി രജിസ്ട്രാറെ സമീപിക്കുകയും നമ്മുടെ സൊസൈറ്റി റീവൈറ്റലൈസേഷൻ ചെയ്യാം എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ അതിനുള്ള റെസൊല്യൂഷനൊക്കെ പാസ് ചെയ്ത് അത് പേപ്പേഴ്സ് അടക്കം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ രജിസ്ട്രാർക്ക് ഇവരുടെ നേരത്തെ പറഞ്ഞ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്ന ഓർഡർ ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്തുകൊണ്ട് സൊസൈറ്റിക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. പക്ഷേ provided that this subsection shall not apply in the case of society which does not commence functioning with a period of 6 months from the date of registration. അപ്പോൾ മുകളിൽ പറഞ്ഞ ഒരു കാരണം എന്ന് പറയുന്നത് 6 മാസത്തിനകം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് 6 മാസത്തിനകം ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രവർത്തനം തുടങ്ങാത്ത സൊസൈറ്റിയെ രജിസ്ട്രാർ എന്ത് ചെയ്യും? വൈൻഡപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വൈൻഡപ്പ് ചെയ്തവർക്ക് ഈ പറഞ്ഞ എക്സംഷൻ ലഭിക്കില്ല. പിന്നെ അവർ വീണ്ടും വന്നിട്ട് ഇങ്ങനെ പുനരുദ്ധാരണം ചെയ്യുന്നു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ആ സംഭവം നടക്കൂല. അപ്പോൾ അത്തരം കേസിൽ ഈ ക്ലോസ് എന്താ പറയണ്ടേ പ്രാപ്യമല്ല. പക്ഷെ ബാക്കിയുള്ള കേസിലൊക്കെ ഈ പറഞ്ഞ ബിയും സിയിലൊക്കെ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാനോ, ബിയും സിയിലല്ല എയിലും സിയിലും വേണമെങ്കിൽ ഈ പറയുന്ന കാര്യം പരിഗണിക്കാം എന്ന് ആണ് ഈ പറയുന്ന ക്ലോസിൽ പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾക്ക് അതിലാദ്യമായിട്ട് പറയുവാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ലിക്വിഡേറ്റർ ആണ്. അപ്പോയിൻമെൻറ്റ് ഓഫ് ലിക്വിഡേറ്റർ. അപ്പോൾ ആരാണ് ലിക്വിഡേറ്റർ എന്ന് ഞാൻ പറഞ്ഞു. ലിക്വിഡേറ്റർ ആരാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നേരത്തെ ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ലിക്വിഡേറ്റർ ആരാണ്. ലിക്വിഡേറ്റർ ഈസ് എ പേഴ്സൺ ഹു ഈസ് അപ്പോയിൻറ്റഡ് ടു ലിക്വിഡേറ്റ് ദ സൊസൈറ്റി. ലിക്വിഡേറ്റർ ഈസ് എ പേഴ്സൺ, ഒരു വ്യക്തിയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഹു ഈസ് അപ്പോയിൻറ്റഡ് ടു ലിക്വിഡേറ്റ് ദ സൊസൈറ്റി ഓർ വൈൻഡിങ് അപ്പ് ഓഫ് ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി. Therefore, liquidator is a person who is appointed to liquidate the society or winding up of the affairs of the society. Okay, the register who usually appoint a liquidator. Okay, register ആണ് സാധാരണ രീതിയിൽ ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പിന്നെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പർപ്പസ് ഞാൻ പറഞ്ഞു, ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൊസൈറ്റി, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാണ്. ലിക്വിഡേഷൻ എന്ന് പറഞ്ഞാലും വൈൻഡപ്പിന് ഏകദേശം സെയിം മീനിങ് ആണ്. ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രവർത്തനം നടത്തുവാൻ വേണ്ടിയിട്ട് രജിസ്ട്രാർ അപ്പോയിൻറ്റ് ചെയ്യുന്ന വ്യക്തികളെയാണ് അല്ലെങ്കിൽ വ്യക്തിയെയാണ് ലിക്വിഡേറ്റർ എന്ന് പറയുന്ന സെക്ഷൻ 72. ഓക്കെ, നമുക്ക് നോക്കാം വിശദമായിട്ട്. ലിക്വിഡേറ്റർ ഈസ് എ പേഴ്സൺ ഹു ഈസ് അപ്പോയിൻറ്റഡ് ടു ലിക്വിഡേറ്റ് ദ സൊസൈറ്റി ഓർ ടു വൈൻഡ് അപ്പ് ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ഞാൻ നേരത്തെ ഇത് പറഞ്ഞു. അണ്ടർ സെക്ഷൻ 72, liquidator is appointed by the register and issue orders for the winding up of the society. ഒരു സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഒരു ഓർഡർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുന്ന അടുത്ത നടപടി എന്ന് പറയുന്നത് ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഓർഡർ പ്രാബല്യത്തിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഓർഡറിൽ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെക്ഷൻ 71, ദ രജിസ്റ്റർ ഈസ് ഓൾസോ കോമ്പിറ്റൻറ്റ് ടു ഫിക്സ് ദ റെമ്യൂണറേഷൻ ഫോർ ദ ലിക്വിഡേറ്റർ. ഇനി ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും അപ്പോയിൻറ്റ് ചെയ്ത ലിക്വിഡേറ്ററുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നതും ആര് തന്നെയാണ്? രജിസ്ട്രാർ തന്നെയാണ്. അപ്പോൾ ലിക്വിഡേറ്ററുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നതും ആരാണ്? നമ്മുടെ രജിസ്ട്രാർ തന്നെയാണ്. ലിക്വിഡേറ്റർ ഷാൽ ടേക്ക് ഓൾ ദ പ്രോപ്പർട്ടി ആൻഡ് അതർ അസറ്റ് എക്സെട്ര ഓഫ് ദ സൊസൈറ്റി ഇൻ ഹിസ് കസ്റ്റഡി അണ്ടർ ഹിസ് കൺട്രോൾ. അപ്പോൾ അങ്ങനെ ഓർഡറൊക്കെ വന്നു, അങ്ങനെ ലിക്വിഡേറ്റർ അപ്പോയിൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡേറ്റർ ആ സൊസൈറ്റിയുടെ എല്ലാ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ എല്ലാ അസറ്റും ഹോൾഡ് ചെയ്യാനുള്ള അവകാശം അയാൾക്കാണ്. ഇനി അങ്ങോട്ട് അയാളുടെ കൺട്രോളിലായിരിക്കും ആ സൊസൈറ്റിയുടെ അസറ്റും അതുപോലെ തന്നെ പ്രോപ്പർട്ടിയും. ഓക്കെ, ഈ ഷാൾ ഓൾസോ ടേക്ക് നെസസറി സ്റ്റെപ്പ് ടു പ്രിവെൻറ്റ് ലോസ് ഓർ ഡിറ്ററേഷൻ ഓൺ ഓർ ഡാമേജ് ഓഫ് സച്ച് പ്രോപ്പർട്ടി ഓർ അസറ്റ്. അതുപോലെ തന്നെ ആ സൊസൈറ്റിയുടെ അസറ്റിൽ യാതൊരു തരത്തിലുള്ള ഡാമേജോ അല്ലെങ്കിൽ കേടുപാടുകളോ സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ സ്റ്റെപ്പുകളും ആര് എടുത്തിരിക്കണം? ഈ പറഞ്ഞ ലിക്വിഡേറ്റർ എടുത്തിരിക്കണം. ദെൻ
അതാണ് നമ്മുടെ അപ്പോയിൻമെന്റ് ഓഫ് ലിക്വിഡേറ്ററിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞ അപ്പോയിൻമെന്റ് ഓഫ് ലിക്വിഡേറ്റർ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? സെക്ഷൻ 72 ഡീൽസ് വിത്ത് ദ അപ്പോയിൻമെന്റ് ഓഫ് ലിക്വിഡേറ്റർ. ദ ലിക്വിഡേറ്റർ അപ്പോയിന്റഡ് ബൈ ദ രജിസ്ട്രാർ. ഓക്കെ, ദ രജിസ്ട്രാർ ഈസ് ഓൾസോ ഫിക്സ് ദ റെമ്യൂണറേഷൻ ഫോർ ദ ലിക്വിഡേറ്റർ. ഓക്കെ, അതുപോലെ തന്നെ ലിക്വിഡേറ്റർ ഷാൽ ടേക്ക് ഓൾ ദ പ്രോപ്പർട്ടീസ് ആൻഡ് അസറ്റ്സ് ഓഫ് ദ സൊസൈറ്റി ഇൻ ഇസ് കസ്റ്റഡി ഓർ ഇസ് കൺട്രോൾ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ. ലിക്വിഡേറ്റേഴ്സിൻ്റെ പവർ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 72 ആൻഡ് റൂൾ 69 ഡീൽസ് വിത്ത് ദ പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ. ഈ ലിക്വിഡേറ്റേഴ്സിൻ്റെ എന്തൊക്കെയാണ് പവേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് റൈറ്റ്സ് ലിക്വിഡേറ്റർക്കുള്ളതെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 73 specifies that subject to the rules the whole of the asset of society which is ordered to be wound up shall vest in the liquidator appointed under section 72 from the date on which the order takes effect. അതായത് സെക്ഷൻ 72 പ്രകാരം അപ്പോയിന്റ് ചെയ്ത ലിക്വിഡേറ്റർക്ക് ആ ഒരു ഡേറ്റ് മുതൽ ആ ഒരു സൊസൈറ്റിയുടെ എല്ലാ തരത്തിലുള്ള അസറ്റുകളും അദ്ദേഹത്തിൻ്റെ കീഴിലായിരിക്കും. അപ്പോൾ അദ്ദേഹമായിരിക്കും അതിൻ്റെ എന്താ പറയേണ്ടത്, നമ്മൾ സാധാരണ പറഞ്ഞ ഓണർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൺട്രോളിലായിരിക്കും ഈ ഒരു പറയുന്ന എല്ലാ അസറ്റുകളും. അത് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫർദർ, ലിക്വിഡേറ്റർ ഷാൽ ഹാവ് പവേഴ്സ് ടു റിയലൈസ് സച്ച് അസറ്റ്സ് ബൈ സെയിൽ ഓർ അതർവൈസ്. അതിനുശേഷം ലിക്വിഡേറ്റർ തീരുമാനിക്കും ആ അസറ്റ് വിൽക്കണമോ, അത് റിയലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്. റിയലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നമ്മൾക്കത് ക്യാഷാക്കി മാറ്റാൻ പറ്റും. ഒന്നുകിൽ സെയിലായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലായിരിക്കും. അപ്പോൾ അതൊക്കെ ആർക്ക് തീരുമാനിക്കാം? അതൊക്കെ ആരുടെ പവറാണ്? ഈ പറയുന്ന ലിക്വിഡേറ്റർ. കാരണം ഇനിയുള്ള എല്ലാ ആ ഡേറ്റ് മുതൽ, അതായത് ലിക്വിഡേഷൻ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ഓർഡർ വന്ന അയാൾ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ് മുതൽ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ആ പറയുന്ന എല്ലാ അസറ്റുകളും. അപ്പോൾ ആ അസറ്റുകൾ എങ്ങനെ റിയലൈസ് ചെയ്യണം എന്ന് ആർക്ക് തീരുമാനിക്കാം? ഈ പറയുന്ന ലിക്വിഡേറ്റർക്ക് തീരുമാനിക്കാം. സബ്സെക്ഷൻ 2 കൺഫർ ദ ഫോളോയിങ് പവേഴ്സ് ടു ദ ലിക്വിഡേറ്റർ സബ്ജക്ട് ടു ദ കൺട്രോൾ ഓഫ് ദ രജിസ്ട്രാർ. ഇനി സബ്സെക്ഷൻ 2 പ്രകാരം ഒരുപാട് തരത്തിലുള്ള പവേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ റൈറ്റ്സ് ഉണ്ട് ലിക്വിഡേറ്റർ. അതാണ് പറയുന്നത് സബ്ജക്ട് ടു ദ കൺട്രോൾ ഓഫ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ രജിസ്ട്രാറിൻ്റെ അധീനതയിലാണ് ഈ പറയുന്ന ലിക്വിഡേറ്റർ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫൈനൽ അതോറിറ്റി ലിക്വിഡേറ്റർ അല്ല. പക്ഷേ ഈ പവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ അതിൻ്റെ മുകളിൽ ഹയർ അതോറിറ്റി ആയിട്ട് നിൽക്കുന്നുണ്ട്, രജിസ്റ്റർ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ, liquidator shall publish a notice acquiring all claims against the society to be submitted to him with a period of 2 months. അപ്പോൾ ലിക്വിഡേറ്റർ ആദ്യം ചെയ്യുന്നത് ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്യും. എന്തിനാ? ഈ സൊസൈറ്റിക്ക് അഗെയിൻസ്റ്റ് ആയുള്ള സൊസൈറ്റിക്കുള്ള അഗെയിൻസ്റ്റ് പറഞ്ഞാൽ സൊസൈറ്റിയുടെ ലാബിലിറ്റി അല്ലെങ്കിൽ സൊസൈറ്റി എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുക, ക്ലൈംസ് എന്തെങ്കിലും അഗെയിൻസ്റ്റ് ആയിട്ട് കൊടുക്കാനുണ്ടോ ആർക്കെങ്കിലും, അങ്ങനെ ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 മാസം സമയം കൊടുക്കും. അപ്പോൾ ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്യും. ഇങ്ങനെ നോട്ടീസ് പബ്ലിഷ് ചെയ്തു, ഇങ്ങനെ ലിക്വിഡേഷൻ പ്രോസസ് നടക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒബ്ലിഗേഷൻ ഈ സൊസൈറ്റി ആർക്കെങ്കിലും നൽകുവാനുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ 2 മാസത്തിനുള്ളിൽ അത് അവർ സൊസൈറ്റി അറിയിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ലിക്വിഡേറ്ററെ അറിയിക്കേണ്ടതാണ്. ഓക്കെ, 2 മാസത്തിനുള്ളിൽ അതവർ സബ്മിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ആണെങ്കിൽ മാത്രമേ അതിനുള്ള ഇപ്പോൾ ഒരു വ്യക്തിക്ക് അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതിനുള്ള കോമ്പൻസേഷൻ ഈ ഒരു പ്രോസസ്സ് വഴി അദ്ദേഹത്തിന് ലഭിക്കും. അതല്ലാണ്ട് അത് അപേക്ഷിക്കാത്തവർക്ക് ലഭിക്കുന്നതല്ല. ഓക്കെ, then next, file the case for and on behalf of the society. രണ്ടാമത് പറയുന്നത് ഈ സൊസൈറ്റിയെ സംബന്ധിച്ചുള്ള എല്ലാ കേസുകളും നടത്തുന്നത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നടത്തുന്ന ആരാണ്? ഈ പറയുന്ന ലിക്വിഡേറ്റർ ആണ്. Third one, to determine the contribution to be made by members or past members or legal heirs or nominees etc. after settling the assets and liabilities of society. ഇനി എല്ലാ തരത്തിലുള്ള അസറ്റും ലാബിലിറ്റിയും സൊസൈറ്റി സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്യണമെങ്കിൽ മെമ്പേഴ്സിനോ പാസ്റ്റ് മെമ്പേഴ്സിനോ ലീഗൽ എയേഴ്സിനോ നോമിനീസിനോ അങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന ലിക്വിഡേറ്റർ ആണ്. ക്ലിയർ ആയല്ലോ? അതായത് എല്ലാ തരത്തിലുള്ള അസറ്റും ലാബിലിറ്റിയും സെറ്റിൽ ചെയ്താൽ പിന്നെയും എന്തെങ്കിലും ഒബ്ലിഗേഷൻ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അതിനൊക്കെ എങ്ങനെയാണ് അതൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്, അതിന് ഓരോ മെമ്പേഴ്സും എത്രയാണ് കോൺട്രിബ്യൂഷൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പാസ്റ്റ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ലീഗൽ എയേഴ്സ് അല്ലെങ്കിൽ നോമിനീസ് ഇവരൊക്കെ എത്രയാണ് കോൺട്രിബ്യൂഷൻ ചെയ്യേണ്ടത്, അവർക്ക് ലാബിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ആ ലാബിലിറ്റിയൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നിശ്ചയിക്കുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന ലിക്വിഡേറ്റർ ആണ്. ദെൻ നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ,
liquidator shall investigate the claim against a society. Priority in setting the claims shall also be decided by the society. He shall have the power to fix the rate of payment as per availability of fund. അതിനുശേഷം ലിക്വിഡേറ്റർ സൊസൈറ്റിക്ക് എത്രമാത്രമാണ് ക്ലെയിം ഉള്ളത്, എഗെയിൻസ്റ്റ് ആയിട്ട് കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ ആയിട്ട് എത്ര ക്ലെയിം ഉണ്ട് എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. എന്നിട്ട് അതിന് ശേഷം ഒരു സൊസൈറ്റി ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും ആർക്കാണ് ആദ്യം കൊടുക്കേണ്ടത്, ആരെയാണ് സെറ്റിൽ ചെയ്യേണ്ടതെന്നൊക്കെ സൊസൈറ്റിയുടെ ബൈലോയിൽ പറയുന്നുണ്ടാവും. ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അതൊക്കെ നോക്കുകയും അതുപോലെ തന്നെ ഈ ഷാൽ ഹാവ് ദ പവേഴ്സ് ടു ഫിക്സ് ദ റേറ്റ് ഓഫ് പേയ്മെൻറ്റ് ആസ് പെർ ദ അവൈലബിലിറ്റി ഓഫ് ഫണ്ട്. ഇനി സൊസൈറ്റിയുടെ ഫണ്ടിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് അതെങ്ങനെ ആ ഒരു റേറ്റ് എങ്ങനെ ഫിക്സ് ചെയ്യാം, ഈ കൊടുക്കേണ്ടവർക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നൊക്കെ ഡിസൈഡ് ചെയ്യാനുള്ള പവർ ആർക്കാണ്? ഈ പറയുന്ന ലിക്വിഡേറ്റർക്കാണ്. അടുത്തത് കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ ഷാൽ ബി ഡിസൈഡഡ് ബൈ ഹിം. ഇനി എത്രയാണ് ഈ ലിക്വിഡേഷൻ പ്രോസസ്സിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അത് നിശ്ചയിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഈ പറഞ്ഞ ലിക്വിഡേറ്റർക്കുണ്ട്. ദ നെക്സ്റ്റ് വൺ, ഈ ഷാൽ ഹാവ് ദ പവർ ടു ഡിസൈഡ് വെദർ എ പേഴ്സൺ ഈസ് എ മെമ്പർ, പാസ്റ്റ് മെമ്പർ ഓർ നോമിനി ഓർ ഹയർ. ഇനി ഒരു വ്യക്തി മെമ്പറാണോ, അല്ലെങ്കിൽ അദ്ദേഹം പാസ്റ്റ് മെമ്പറാണോ, നോമിനിയാണോ, ലീഗലൈസർ ഹയർ ആണോ, ഇതൊക്കെ തീരുമാനിക്കാനുള്ള പവർ ആർക്കുണ്ട്? ഈ പറയുന്ന ലിക്വിഡേറ്റർക്കുണ്ട്. ഓക്കെ, ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ. ഇനിയും കുറച്ച് പവേഴ്സും കൂടിയുണ്ട്. അതുപോലെ തന്നെ ഈ ഷാൽ ഹാവ് ദ അതോറിറ്റി ടു ക്യാരി ദ ബിസിനസ് ഫോർ ദ ബെനിഫിഷ്യൽ വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റി. അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ക്യാരി ചെയ്യാനുള്ള ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലിക്വിഡേറ്ററാണ്. എന്തുകൊണ്ടാണ്? ഈ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇഫക്റ്റീവായിട്ട് നടത്തേണ്ട ഉത്തരവാദിത്വം ഈ പറഞ്ഞ ലിക്വിഡേറ്റർക്കാണ്. അതുകൊണ്ട് തന്നെ അതുമായിട്ടുള്ള എല്ലാ ബിസിനസ്സും ക്യാരി ചെയ്യാനുള്ള അതോറിറ്റി എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ലിക്വിഡേറ്ററാണ്. ദെൻ നെക്സ്റ്റ് വൺ, he shall have to submit periodical report to the register with regard to the process of winding up. രജിസ്ട്രാർ ആണ് ഈ പറയുന്ന ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ പേ ഫിക്സ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ഈ ലിക്വിഡേറ്റർ എന്ത് ചെയ്യണം? ഓരോ പീരിയോഡിക്കൽ ഇൻ്റർവെല്ലും തന്നെ ഓരോ 3 മാസം അങ്ങനെ ഒരു പീരിയോഡിക്കൽ ഇൻ്റർവെൽ ഉണ്ടാവും. ആ പീരിയോഡിക്കൽ ഇൻ്റർവെല്ലിലും അല്ലെങ്കിൽ ഓരോ പീരിയോഡിക്കലും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ആർക്ക്? രജിസ്ട്രാർക്ക്. അദ്ദേഹം നടത്തിയ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു വിശദമായ റിപ്പോർട്ട് ഓരോ ഇൻ്റർവെല്ലിലും ഓരോ പീരീഡിലും ആര് സബ്മിറ്റ് ചെയ്യണം? ലിക്വിഡേറ്റർ ആർക്ക് സബ്മിറ്റ് ചെയ്യണം? രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യണം. ഏതിനെക്കുറിച്ച്? വൈൻഡിങ് അപ്പ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ പ്രോഗ്രസ്സിനെ കുറിച്ച്. ദെൻ ഹീ ക്യാൻ പവർ എനി പേഴ്സൺ ടു അസിസ്റ്റ് ഹിം. അതുപോലെ തന്നെ ഹീ ക്യാൻ എൻപവർ എനി പേഴ്സൺ ടു അസിസ്റ്റ് ഹിം. അതുപോലെ തന്നെ അദ്ദേഹത്തെ സഹായിക്കാൻ ആരൊക്കെയാണ് നിശ്ചയിക്കേണ്ടതെന്നൊക്കെ അദ്ദേഹത്തിന് തന്നെ തീരുമാനിക്കാനും സാധിക്കുന്നതാണ്. ദ ലിക്വിഡേറ്റർ ക്യാൻ കോൾ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദ മെമ്പേഴ്സ് വെൻ എവർ നെസസറി ആൻഡ് എക്സ്പ്ലെയിൻ ദ പ്രൊസീഡിങ്സ് ടേക്കൻ ഫാർ ആൻഡ് ഡിസൈഡഡ് ദ യൂട്ടിലൈസേഷൻ ഓഫ് ബാലൻസ് ഓഫ് ഫണ്ട് വിത്ത് ഹിം. ഇനി ഈ ഒരു ലിക്വിഡേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെ ലിക്വിഡേറ്റർക്ക് ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. മെമ്പേഴ്സിനെയൊക്കെ വിളിച്ച് ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കുകയും അതിൽ ഈ പറയുന്ന ഇപ്പോൾ നടന്ന പ്രൊസീഡിങ്സിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രോസസ്സിനെ കുറിച്ച് അവരോട് പറയുവാനും അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ബാലൻസ് ഫണ്ട് ഉണ്ടെങ്കിൽ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്ന് ഡിസൈഡ് ആ മീറ്റിങ്ങിൽ ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? ഈ പറയുന്ന ലിക്വിഡേറ്റർക്കുണ്ട്. അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് ലിക്വിഡേറ്റർക്ക് എന്ത് കോൾ ചെയ്യാം? ജനറൽ ബോഡി മീറ്റിംഗ് കോൾ ഫോർ ചെയ്യാവുന്നതാണ്. ആസ് പെർ subsection 2A, the liquidator shall complete the winding up proceedings with a period of 3 years from the date of his appointment under subsection 1 of section 72. അപ്പോൾ 72 പ്രകാരമാണ് ഒരു ലിക്വിഡേറ്റർ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അതായത് രജിസ്ട്രാർ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്തെന്നാൽ വിത്തിൻ 3 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഈ ലിക്വിഡേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അത് ലിക്വിഡേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ദ നെക്സ്റ്റ് വൺ, ലിക്വിഡേഷൻ പ്രൊസീജിയർ. എന്തൊക്കെയാണ് ലിക്വിഡേഷൻ പ്രൊസീജിയർ എന്ന് നമുക്ക് നോക്കാം. ലിക്വിഡേഷൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുവാൻ പോകുന്നത്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ലിക്വിഡേഷൻ്റെ പ്രൊസീജിയർ. റൂൾ 69 ആണ്. According to sub-rule 1, the appointment of a liquidator is to be notified by the register on official gazette. അപ്പോൾ ലിക്വിഡേഷൻ പ്രോസസ്സിൽ ആദ്യം നടക്കുന്നത് ഒരു ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ആരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന? രജിസ്ട്രാറാണ്. അത് ഒഫീഷ്യൽ ഗസറ്റ് ആയിട്ടൊക്കെ പബ്ലിഷ് ചെയ്തുകൊണ്ട് രജിസ്ട്രാർ അത് നിയമിക്കും. സബ് റൂൾ 2, അങ്ങനെ ഓരോ സബ് റൂൾ പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. ഓരോ പ്രൊസീജിയറും ഓരോ സബ് റൂളായിട്ടാണ്.
സബ് റൂൾ 2 എന്ന് പറയുന്നത് ഇൻസിസ്റ്റ് ദാറ്റ് ആസ് സൂൺ ആസ് ദ ഓർഡർ ഓഫ് വൈൻഡിങ് അപ്പ് take effect to the liquidator to publish a notice requiring all claim against the society to be submitted within 2 months from the date of publication. All liabilities recorded in the books of society shall be deemed to have a duly submitted to him. And അടുത്ത പ്രോസസ്സ്, അപ്പോൾ ഇപ്പോൾ ലിക്വിഡേഷൻ പ്രൊസീജിയറിൽ ആദ്യത്തെ പ്രോസസ്സായി എന്താ, ലിക്വിഡേറ്ററെ നിയമിച്ചു, അപ്പോയിൻറ്റ് ചെയ്തു. അതിനുശേഷം ലിക്വിഡേറ്റർ ചെയ്യുന്ന എന്താ, നോട്ടീസ് പബ്ലിഷ് ചെയ്യുക. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നോട്ടീസ് പബ്ലിഷ് ചെയ്യും. ഈ സൊസൈറ്റി കൊടുക്കാനുള്ള അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്ലെയിം ഏതൊക്കെയാണ് അതൊക്കെ വിത്തിൻ 2 months പീരീഡിനുള്ളിൽ തന്നെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ഇനി ഈ സൊസൈറ്റിയുടെ ലാബിലിറ്റി ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഉണ്ടാവും, അത് സബ്മിറ്റ് ചെയ്ത പോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുക. അതിന് വേറെ പീരീഡ് കൊടുക്കേണ്ട, അത് നമ്മുടെ സൊസൈറ്റിയുടെ ബുക്കിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഓൾ ലാബിലിറ്റീസ് റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് സൊസൈറ്റി ഷാൽ ബി ഡീംഡ് ടു ഹാവ് എ ഡ്യൂലി സബ്മിറ്റഡ്. അത് സബ്മിറ്റ് ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ കരുതുന്നത്. സബ് റൂൾ 3 provides that liquidator shall first settle the assets and liabilities of the society as stood on the date of order of winding up. ഓക്കെ, വൈൻഡിങ് അപ്പ് ഓർഡർ വരെയുള്ള എല്ലാ എന്താ പറയണ്ട, വൈൻഡിങ് അപ്പ് ഓർഡറിൽ ഉള്ള ആ സമയത്തുള്ള എല്ലാ അസറ്റും ലാബിലിറ്റിയും ആദ്യം തന്നെ സെറ്റിൽ ചെയ്യും. ആ സമയം വരെയുള്ള എല്ലാം അപ്പോൾ തന്നെ സെറ്റിൽ ചെയ്യും. പ്രൊവൈഡ്സ് ദാറ്റ് ദ ലിക്വിഡേറ്റർ ഷാൽ ഫസ്റ്റ് സെറ്റിൽ ദ അസറ്റ് ആൻഡ് ലാബിലിറ്റി ഓഫ് സൊസൈറ്റി stood on the date of a order of winding up. വൈൻഡിങ് അപ്പ് വരെയുള്ള ഓർഡറുള്ള ആ ഒരു അസറ്റ് ലാബിലിറ്റി ആദ്യം തന്നെ സെറ്റിൽ ചെയ്യും. പിന്നീട് അതിനുശേഷം ഈ വിൽ ദെൻ പ്രൊസീഡ് ടു ഡിറ്റർമിൻ ദ കോൺട്രിബ്യൂഷൻ ടു ബി മെയ്ഡ് ബൈ ഈച്ച് ഓഫ് മെമ്പേഴ്സ്, പാസ്റ്റ് മെമ്പേഴ്സ്, എസ്റ്റേറ്റ് മെമ്പേഴ്സ് ഓർ നോമിനീസ്, എയേഴ്സ്, ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓർ ഡിസീസ്ഡ് മെമ്പേഴ്സ് ഓർ എനി ഓഫീസേഴ്സ് ഓർ ഫോർമർ ഓഫീസേഴ്സ്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ വൈൻഡിങ് അപ്പ് പീരീഡ് വരെയുള്ള എല്ലാ ലാബിലിറ്റികളും അസറ്റും നമ്മൾ സെറ്റിൽ ചെയ്യും. അതിനുശേഷം ഈ പറയുന്ന മെമ്പേഴ്സിൻ്റെ നിന്നോ, പാസ്റ്റ് മെമ്പേഴ്സിൽ നിന്നോ, എസ്റ്റേറ്റ് മെമ്പേഴ്സിൽ നിന്നോ, അല്ലെങ്കിൽ നോമിനിയിൽ നിന്നോ, ലീഗൽ റെപ്രസെൻറ്റേറ്റീവിൽ നിന്നോ, ഡിസീസ്ഡ് മെമ്പേഴ്സിൽ നിന്നോ, അല്ലെങ്കിൽ എനി അതർ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ഓഫീസേഴ്സ് നിന്ന് എത്ര ആണ് കോൺട്രിബ്യൂഷൻ ചെയ്യേണ്ടത് എന്ന് രണ്ടാമതാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത് സബ് റൂൾ 4 ആണ്. ദ ലിക്വിഡേറ്റർ ഈസ് റിക്വയർഡ് ടു സബ്മിറ്റ് ദ രജിസ്റ്റർ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് പ്രൊഫോമ ക്വാർട്ടർലി പ്രോഗ്രസ് റിപ്പോർട്ട് സ്റ്റേറ്റിംഗ് ദ പ്രോഗ്രസ് മെയ്ഡ് ഓൺ ദ വൈൻഡിങ് അപ്പ് സൊസൈറ്റി. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞു, വൈൻഡിങ് അപ്പിൻ്റെ പ്രോസസ്സ് നടക്കുമ്പോൾ ക്വാർട്ടർലി ആയിട്ട് അതിൻ്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് നിർബന്ധമായിട്ടും ആര് ചെയ്യണം, ഈ പറഞ്ഞ ലിക്വിഡേറ്റർ ചെയ്ത് അത് ആർക്ക് അയച്ചു കൊടുക്കണം, നമ്മുടെ രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കണം. ദെൻ നെക്സ്റ്റ് 5th വൺ. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു. ഒന്നാമത് നമ്മൾ എന്താ പറഞ്ഞത്, ആദ്യം അപ്പോയിൻറ്റ് ചെയ്തു. രണ്ടാമത് പറഞ്ഞത് നമ്മളൊരു നോട്ടീസ് കൊടുക്കുന്നു 2 മാസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൂന്നാമത് പറഞ്ഞത് ആ ഓർഡർ വരെയുള്ള എല്ലാ അസറ്റും ലാബിലിറ്റിയും സെറ്റിൽ ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ഓരോ മെമ്പേഴ്സും എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനിക്കുന്നത്. ഇനി നാലാമത് നമ്മൾ പറഞ്ഞത് ഈ ഓരോ ക്വാർട്ടർലി ആയിട്ടും ലിക്വിഡേറ്റർ എന്ത് സബ്മിറ്റ് ചെയ്യണം, ഈ പ്രോസസ്സിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ദെൻ അഞ്ചാമതായിട്ട് സബ് റൂൾ 5 പറയുന്നത് ലിക്വിഡേറ്റർ മേ ആക്ട് വിത്ത് ദ പ്രീവിയസ് സാങ്ഷൻ ഓഫ് ദ രജിസ്ട്രാർ ഇഫ് ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ഇൻ ദ റൂൾസ്. അതുപോലെ തന്നെ രജിസ്ട്രാർ ഒരു ഓർഡർ ഉണ്ടാവും, ഒരു സാങ്ഷൻ ഉണ്ടാവും, അതിനനുസരിച്ച് മാത്രമേ ആക്ട് ചെയ്യാൻ പറ്റൂ, ഈ പറഞ്ഞ ലിക്വിഡേറ്റർ ആക്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ രജിസ്ട്രാർ ഓരോ ഘട്ടത്തിലും എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു റൂളും ഒരു ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ലിക്വിഡേറ്റർ അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതാണ്. ദെൻ 6th one, insist that the liquidator shall deposit all funds is charged in the post office savings bank or in the financing bank or any other bank approved by the registrar. The deposit shall be in the name of liquidator on his official capacity. പിന്നെ അടുത്തതായിട്ട് ലിക്വിഡേറ്റർ ചെയ്യുന്നത് ആ സൊസൈറ്റിയുടെ എല്ലാ ഫണ്ടും ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ഫണ്ടും ഡെപ്പോസിറ്റ് അതാണെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സിലോ അല്ലെങ്കിൽ ഫിനാൻസിങ് ബാങ്കിലോ അല്ലെങ്കിൽ എനി അതർ ബാങ്ക് അപ്രൂവ്ഡ് ബൈ ദ രജിസ്ട്രാർ അപ്രൂവ് ചെയ്യുന്ന ഏത് ബാങ്കിലും ആണെങ്കിലും ഇത്തരത്തിലുള്ള ഫണ്ട് നിക്ഷേപിക്കാവുന്നതാണ്. ഇത് ആരുടെ പേരിലായിരിക്കണം, ലിക്വിഡേറ്ററുടെ ഒഫീഷ്യൽ നെയിമിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ കപ്പാസിറ്റിയിലായിരിക്കണം അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. സബ് റൂൾ 7 പ്രൊവൈഡ്സ് ദാറ്റ് ദ രജിസ്ട്രാർ ഷാൽ ഫിക്സ് ദ എമൗണ്ട് ഓഫ് റെമ്യൂണറേഷൻ if any to the liquidator or to the charge to be paid the government to meet the cost of the liquidator. ഓക്കെ, ഇനി രജിസ്ട്രാർ ആണ് ഫിക്സ് ചെയ്യുന്നത് ഈ റെമ്യൂണറേഷൻ എത്രയാണെന്ന്, ഈ ലിക്വിഡേറ്റർക്ക് കൊടുക്കേണ്ട റെമ്യൂണറേഷൻ എത്രയാണ്, അതുപോലെ തന്നെ ടു ചാർജ് ടു ബി പെയ്ഡ് ദി ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട എക്സ്പെൻസ്, ഈ ലിക്വിഡേറ്റർ ഗവൺമെൻറ് കൊടുക്കേണ്ട എക്സ്പെൻസ് എത്രയാണ്, ഇതൊക്കെ ആരാണ് ഫിക്സ് ചെയ്യുന്നത്, ഈ രജിസ്ട്രാർ ആണ് ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദ ചാർജസ് ആർ ടു ബി മെറ്റ് ഫ്രം ദ അസറ്റ്സ് ഓഫ് ദ സൊസൈറ്റി പ്രയോറിറ്റി ടു ഓൾ അതർ ക്ലെയിംസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ലിക്വിഡേഷൻ പ്രോസസ്സിൻ്റെ എല്ലാം എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് അതായത് സൊസൈറ്റിയുടെ അസറ്റിൽ നിന്നാണ്.
അപ്പോൾ അതിനൊരു പ്രയോറിറ്റി നിർബന്ധമായിട്ടും കൊടുക്കണമെന്നാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ രജിസ്ട്രാർ ആണ് എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത്, റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ മുകളിൽ എന്തെങ്കിലും ചാർജസ് ഉണ്ടെങ്കിൽ അതൊക്കെ പേ ചെയ്യുന്നതിൻ്റെ ഒക്കെ നിശ്ചയിക്കുന്നതൊക്കെ അതിൻ്റെ കോസ്റ്റൊക്കെ നിശ്ചയിക്കുന്നതും. പക്ഷേ എന്നിരുന്നാൽ പോലും അപ്പോൾ ഈ കോസ്റ്റൊക്കെ മീറ്റ് ചെയ്യേണ്ടത് സൊസൈറ്റിയുടെ അസറ്റിൽ നിന്നാണ് ഇതൊക്കെ മീറ്റ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ 8 gives powers to the liquidator to call for general body meeting. അടുത്തായിട്ട് ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ജനറൽ ബോഡി മീറ്റിങ്ങുള്ള വിളിക്കാനുള്ള പവർ ആർക്ക് ഉണ്ട്? ഈ പറഞ്ഞ ലിക്വിഡേറ്റർക്ക് പവർ കൊടുക്കുകയാണ്. Then section 9 provides that the general body meeting the liquidator shall summarize the proceedings and take a decision regarding the utilization of surplus fund if any. അത് നേരത്തെ നമ്മൾ പറഞ്ഞു, ഇങ്ങനെ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കുകയും അങ്ങനെ എന്തെങ്കിലും സർപ്ലസ് ഫണ്ട് സൊസൈറ്റിക്ക് ഉണ്ടെങ്കിൽ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് ആ ജനറൽ ബോഡിയിൽ നിന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ചും അവിടെ ഡിസ്കഷൻ നടത്താവുന്നതാണ്, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ്. സെക്ഷൻ 10 the undischarged liabilities of, if any is to be deposited in financing bank or giving the claimant on future date. ഇനി എന്തെങ്കിലും അൺഡിസ്ചാർജ് ആയ ലാബിലിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക, കൊടുക്കാൻ പറ്റാത്ത, അതെല്ലാം എന്ത് ചെയ്യും നമ്മൾ? അതൊരു ഫ്യൂച്ചർ ഡേറ്റിലേക്കാണ് കൊടുക്കുക. അത് നമ്മൾ ഒരു ഫിനാൻസിങ് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ആ ക്ലെയിം നമ്മൾ അവിടെ ഇതാക്കുകയും അതിനൊരു ഉറപ്പ് കൊടുക്കുകയും ഫ്യൂച്ചർ ഡേറ്റിലേക്ക് അത് കൊടുക്കാമെന്നുള്ള ഒരു രീതിയിലേക്ക് മാറ്റുകയും ചെയ്യും. The next one, according to sub rule 11, the registrar can remove a liquidator at any time for a good and sufficient reason, and that case he may overhaul the properties and documents to such a person as the hand register may direct. Or on such removal the registrar may appoint another person as a liquidator. ഇനി രജിസ്ട്രാർ ആണ് നിയമിക്കുന്നതുകൊണ്ട് തന്നെ രജിസ്ട്രാർക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ ഈ ലിക്വിഡേറ്റർ റിമൂവ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല അല്ലെങ്കിൽ ഗുഡ് അല്ലെങ്കിൽ സഫീഷ്യൻ്റ് റീസൺ കൊണ്ടായിരിക്കാം. അപ്പോൾ അതിനനുസരിച്ച് ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് റിമൂവ് ചെയ്യാം, മറ്റൊരു പേഴ്സണെ അവിടെ നിയമിക്കാവുന്നതാണ്. അത്തരത്തിൽ നിയമിക്കുമ്പോൾ ഈ പറഞ്ഞ എല്ലാ പ്രോപ്പർട്ടിയും ഡോക്യുമെൻ്റ് ആ മറ്റൊരു വ്യക്തിക്ക് കൈമാറേണ്ടി വരും. അതായത് ആരുടെ മുമ്പിൽ? ഈ രജിസ്ട്രാറുടെ മുമ്പിൽ അത്തരത്തിലുള്ള മറ്റൊരു വ്യക്തിക്ക് ഈ പറയുന്ന എല്ലാ ഡീറ്റെയിൽസും അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ അസറ്റിൻ്റെ അവകാശവും കൈമാറേണ്ടി വരും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. Then 12, sub rule 12, the liquidator shall complete the winding up proceedings within a period of 3 years from the date of his appointment. If it is not possible for reason beyond the control of liquidator, he may apply to the register with a sufficient reason for extending the period of liquidation. നമ്മൾ പറഞ്ഞു, സാധാരണ രീതിയിൽ ഈ അപ്പോയിൻമെൻറ്റ് നടന്നു കഴിഞ്ഞാൽ 3 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന ലിക്വിഡേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു വന്നത് അതിൻ്റെ റിപ്പോർട്ട് ആരുടെ മുമ്പിൽ വെക്കണം? ഈ പറഞ്ഞ രജിസ്ട്രാറുടെ മുമ്പിൽ വെക്കണം. ഇനി അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ അതിനെന്തെങ്കിലും വ്യക്തമായ റീസൺ ഉണ്ടെങ്കിൽ ആ റീസൺ ആരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണം? ഈ പറഞ്ഞ രജിസ്ട്രാറുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയും അത് രജിസ്ട്രാർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലിക്വിഡേഷൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിസ്പോസൽ ഓഫ് റെക്കോർഡ്സ് ഓഫ് എ വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റി. ഇനി വൈൻഡിങ് അപ്പ് നടന്നു കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ റെക്കോർഡ്സുകളൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. When the affairs of society have been finally wind up, the liquidate is to be keep in office all books and records for a period of 3 years. ലിക്വിഡേഷൻ നടന്നു കഴിഞ്ഞാൽ ലിക്വിഡേറ്റർ അവരുടെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഓഫീസിൽ ഈ ലിക്വിഡേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കഴിഞ്ഞ പീരീഡ് തൊട്ട് 3 വർഷം വരെ അവർക്ക് ആ പറയുന്ന റെക്കോർഡ് അവരുടെ ഈ ഓഫീസിൽ കീപ്പ് ചെയ്യേണ്ടതാണ്. 3 വർഷം വരെ കീപ്പ് ചെയ്യേണ്ടതാണ്. ഓൺ എക്സ്പയറി ഓഫ് ഹിസ് പീരീഡ് ദ സെയിം മേ ബി ഡിസ്ട്രോയിഡ് ബൈ ദ ലിക്വിഡേറ്റർ ഓൺ ടേക്കിംഗ് ഓർഡേഴ്സ് ടു ദാറ്റ് ഇഫക്റ്റ് ഫ്രം ദ രജിസ്റ്റർ. 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ രജിസ്റ്ററുടെ അനുമതിയോടുകൂടി ആ പറയുന്ന റെക്കോർഡുകളെ ഡിസ്ട്രോയിഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലിക്വിഡേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ 3 വർഷം ആ റെക്കോർഡ് അവിടെ കീപ്പ് ചെയ്യണം. ലിക്വിഡേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അവരുടെ ഓഫീസിൽ കീപ്പ് ചെയ്യണം. എന്തെങ്കിലും കൊറീസോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ പിന്നെ 3 വർഷം കഴിഞ്ഞാൽ പീരീഡ് കഴിഞ്ഞാൽ രജിസ്റ്ററുടെ അനുമതിയോടുകൂടി അത് എന്ത് ചെയ്യാം? ഡിസ്ട്രോയിഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്യാൻസലേഷൻ ഓഫ് എ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി, സെക്ഷൻ 74. എങ്ങനെയാണ് ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നത്? എങ്ങനെയാണ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ക്യാൻസൽ? ഇത് വേറെ കുറേ മുമ്പ് നമ്മൾ സംസാരിച്ചാണ്. എന്നിരുന്നാൽ പോലും ഈ ചാപ്റ്ററിൻ്റെ അവസാനമായിട്ടും ക്യാൻസലേഷൻ ഓഫ് എ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി പറയുന്നുണ്ട്. സെക്ഷൻ 74 നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 74, രജിസ്ട്രാർ ഷാൽ മേക്ക് ആൻ ഓർഡർ ഫോർ ദ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റി അണ്ടർ ദ ഫോളോയിങ് സർക്കംസ്റ്റൻസസ്.
74-ലാണ് ഈ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ പറയുന്നത്. നോക്കാം ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് രജിസ്റ്റർ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, if the liquidator fails to take a charge in the liquidation within 2 months from the date of an order. അതായത് ഇപ്പോൾ ഒരു ലിക്വിഡേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ വന്നു കഴിഞ്ഞു, അങ്ങനെ ലിക്വിഡേറ്ററെ നിയമിക്കുകയും ചെയ്തു. പക്ഷേ ലിക്വിഡേഷൻ എന്ന് പറയുന്ന അയാൾ ചാർജ് എടുക്കുന്നില്ല എന്ന് വിചാരിക്കുക. ഇഫ് ദ ലിക്വിഡേറ്റർ ഫെയിൽസ് ടു ടേക്ക് ചാർജ് ഇൻ ലിക്വിഡേഷൻ പ്രോസസ്സ് നടത്തേണ്ടത് ലിക്വിഡേറ്ററാണ്. അങ്ങനെ അവർ ഈ പറയുന്ന 2 മാസം വിത്തിൻ 2 മന്ത്സിനുള്ളിൽ തന്നെ അവരെന്ത് ചെയ്യണം, ഈ ചാർജ് എടുക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ ചാർജ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന രീതിയിൽ ക്യാൻസൽ ചെയ്യാം. ദെൻ അടുത്തത്, ഇഫ് ആൻ അപ്പീൽ മെയ്ഡ് ടു എ ഗവൺമെൻറ് കൺഫേംഡ് ആൻഡ് ബൈ ദ ടൈം ദ ലിക്വിഡേറ്റർ ഹാസ് നോട്ട് ബി അപ്പോയിൻറ്റഡ് വിത്തിൻ 2 months. Appeal made to the government confirmed and by the time the liquidator has not been appointed within 2 months. ഇനി ഗവൺമെൻറ് ഈ പറയുന്ന രീതിയിൽ ലിക്വിഡേഷൻ പ്രോസസ്സ് നടക്കണമെന്ന് തീരുമാനിക്കുകയും അതിൽ 2 മാസത്തിനകം ഈ പറയുന്ന രീതിയിൽ അപ്പോയിൻമെൻറ്റ് നടത്തുന്നില്ല, ലിക്വിഡേഷൻ പ്രോസസ്സ് നടത്തേണ്ട ലിക്വിഡേറ്ററുടെ അപ്പോയിൻമെൻറ്റ് നടത്തുന്നില്ല എന്ന് വിചാരിക്കുക. അത്തരം സാഹചര്യങ്ങളിലും എന്ത് പറയുന്നു, ഈ പറയുന്ന രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതാണ്. ദെൻ വെൻ ദ അഫയേഴ്സ് ഓഫ് സൊസൈറ്റി ഈസ് ബൗണ്ട് അപ്പ്, അതിന് സൊസൈറ്റിയുടെ അഫയേഴ്സ് ഒക്കെ ബൗണ്ട് അപ്പ് ചെയ്യുകയാണെങ്കിലും രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതാണ്. ദെൻ ലാസ്റ്റ് വൺ, when the register is satisfied that the final wound up is not possible due to destruction of a record. അതായത് ഇപ്പോൾ വൈൻഡിങ് അപ്പിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഫൈനൽ വൈൻഡ് അപ്പിലേക്ക് കടക്കാൻ പറ്റില്ല. കാരണം അവിടെ ഒരുപാട് തരത്തിലുള്ള റെക്കോർഡ്സുകൾ ഡിസ്ട്രോയിഡ് ചെയ്യപ്പെട്ടു, നശിപ്പിക്കപ്പെട്ടതായി കാണുന്നു. അത്തരം സാഹചര്യങ്ങളിൽ പിന്നെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം. വൈൻഡിങ് അപ്പ് ഓഫ് എ സൊസൈറ്റിയാണ് സെക്ഷൻ 71. ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് വൈൻഡ് അപ്പ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ സെക്ഷൻ 72 അപ്പോയിൻമെൻറ്റ് ഓഫ് ലിക്വിഡേറ്റർ ആണ് നമ്മൾ പറഞ്ഞത്. ആരാണ് ലിക്വിഡേറ്റർ, ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. പിന്നെ ആ ലിക്വിഡേറ്ററുടെ പവേഴ്സാണ് സെക്ഷൻ 73 നമ്മൾ പറഞ്ഞത്. ദെൻ റൂൾ 69 നമ്മൾ ലിക്വിഡേഷൻ്റെ പ്രൊസീജിയർ പറഞ്ഞു. ഇതൊക്കെ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സാധാരണ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ചാപ്റ്ററാണ്. ലിക്വിഡേഷൻ പ്രൊസീജിയർ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഡിസ്പോസൽ ഓഫ് റെക്കോർഡ് ഓഫ് വൗണ്ട് അപ്പ് സൊസൈറ്റി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് വൺ നമ്മൾ പറഞ്ഞ സെക്ഷൻ 74 ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ കോപ്പറേറ്റീവ് ലോവിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സുകളും എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കുട്ടികൾ വിശദമായ രീതിയിൽ തന്നെ ഈ പറയുന്ന ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാത്തിനും അതിൻ്റെതായ നോട്ടുകളൊക്കെ റെഡിയാക്കിക്കൊണ്ട് ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും ഈ ഒരു സബ്ജക്റ്റിലെ കോപ്പറേറ്റീവ് ലോ എന്ന സബ്ജക്റ്റിലെ എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടതാണ്. ഈ സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഈസി പേപ്പറാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ നല്ല സ്കോർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ സെക്ഷനൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻറ്റ് സെക്ഷനൊക്കെ ഞാൻ പറഞ്ഞതാണ്, അതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക. നല്ല രീതിയിൽ പരീക്ഷ എഴുതുവാനും സാധിക്കും. അതുപോലെ തന്നെ ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.